സോ വെൽക്കം എവരി വൺ ടു ദ വീക്ക്ലി അനാലിസിസ് സീരീസ്. സോ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ള വ്യൂ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ ലാസ്റ്റ് വീക്ക് എന്താ നടന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒന്ന് ഓടിച്ചു പോകാം. സോ നോക്കുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡെയിലി ക്യാൻഡിലിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മീൻ ത്രഷോൾഡും ദെൻ വീക്ക്ലി ഓർഡർ ബ്ലോക്കിൻ്റെ മീൻ ത്രഷോൾഡും അല്ലേ, അത് രണ്ടും എന്താണ് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു അല്ലേ. സോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് ബുള്ളിഷിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് എബോവ് ക്ലോസ് ചെയ്താൽ മാത്രമേ നമ്മൾ ബുള്ളിഷിലേക്കുള്ള വ്യൂസ് നോക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. സോ നമുക്ക് നോക്കുമ്പോൾ 4 ഹവറിൽ നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്, ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് മുകളിൽ ക്ലോസിങ് വന്നിട്ടില്ല. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റും ഹൈ ലെവൽസ് എന്തായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, എപ്പോഴും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഏതായാലും അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിരുന്നു ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ്. സോ ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിനെ നോക്കുമ്പോൾ അതും ഒരു പൊട്ടൻഷ്യൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യുന്ന കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ എല്ലാം റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, ദെൻ അഗെയിൻ ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം അതേപോലെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലായിട്ട് ഒരു ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ് ഓൾസോ ആക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ ഓവറോൾ നോക്കുമ്പോൾ മാർക്കറ്റ് മൊത്തത്തിൽ ചോപ്പിയായിരുന്നു. ഓക്കെ, ഒരു ഫസ്റ്റ് ഡേയിൽ മാത്രം നല്ലൊരു ഫോൾ കിട്ടി, അതിനുശേഷം മാർക്കറ്റ് നല്ല ചോപ്പിയായിരുന്നു അല്ലേ. സോ ഏതായാലും നമുക്ക് ഹൈ ടൈം ഫ്രെയിം മുതലുള്ള വ്യൂസ് നോക്കാം. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സെൽസിയൽ ലിക്വിഡിറ്റീനെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബെയറിഷ് ബയാസ് തന്നെയായിരുന്നു അല്ലേ. സോ മാർക്കറ്റ് കറൻ്റ്ലി സപ്പോർട്ട് എടുത്തിരിക്കുന്നത് എവിടെയാണെന്ന് കണ്ടോ, ഈ ഒരു ക്യാൻഡലിൻ്റെ 50 എന്താ പറയുക വിക്കിൻ്റെ 50%. ഓക്കെ, ആ ഒരു കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിലാണ് മാർക്കറ്റ് കറൻ്റ്ലി വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോയിരിക്കുന്നത്. സോ മുകളിലേക്ക് പോയിട്ട് എന്താ സംഭവിച്ചത്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെയിലി ടൈം ഫ്രെയിമിലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ 50%-ലാണ് മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് താഴേക്ക് പോയിരിക്കുന്നത്. സോ മാർക്കറ്റ് താഴേക്ക് പോയിട്ട് എന്താ സംഭവിച്ചപ്പോൾ ആ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ മീൻ ത്രഷോൾഡിനും ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിനും എബവ് ആയിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ മേ ബി ഇതൊരു ലിക്വിഡിറ്റി ബിൽഡപ്പ് ആകാം. മാർക്കറ്റിന് കുറച്ചുകൂടെ മുകളിലേക്ക് പോയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഇൻഎഫിഷ്യൻസിനെയൊക്കെ റീബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ലിക്വിഡിറ്റി ബിൽഡപ്പ് നടത്തിയതായിരിക്കാം മേ ബി. ഓക്കെ, സോ ഏതായാലും 4 ഹവറിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 4 ഹവറിൽ നോക്കുമ്പോൾ മാർക്കറ്റ് 4 ഹവർ ക്യാൻഡിൽസ് വന്നിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതിന് ബിലോ ആണ്, ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ മീൻ ത്രഷോൾഡിന് ബിലോ ആണ്. ഓക്കെ, പക്ഷേ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ബിലോ പോയിട്ടില്ല. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മീൻ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിന് താഴെ പോയിട്ടുണ്ട്, ബട്ട് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ഫെയിൽ ചെയ്ത് ക്ലോസ് ആയിട്ടില്ല. സോ ഏതായാലും തൽക്കാലത്തേക്ക് മാർക്കറ്റ് ബുള്ളിഷ് പോവോ ബെയറിഷ് പോവോ എന്നുള്ളൊരു വ്യൂ ഇപ്പോൾ പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ബുള്ളിഷ് പോകണമെന്നുണ്ടെങ്കിൽ 4 ഹവർ ക്യാൻഡിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് എബോവ് ക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് എബോവ് ക്ലോസ് ചെയ്താൽ മാത്രം മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ഒരു ചാൻസ് ഉള്ളൂ. സോ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസസ് ഉള്ളത് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ കണ്ട ഈ ഒരു ഓർഡർ ബ്ലോക്കും ദെൻ ഈ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ പോകുമ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ 50 മിനിറ്റിലായിരുന്നു നമ്മൾ അന്ന് നോക്കിയിരുന്നെന്ന് തോന്നുന്നു അല്ലേ. സോ ഈ ഒരു വിക്കിൻ്റെ 50% ലെവലൊക്കെ എന്താണ് ഇനി ഒരു പൊട്ടൻഷ്യൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, സോ എനിവേസ് നമുക്ക് 4 ഹവറിന് ഒന്നുകൂടി എന്തെങ്കിലും ഡേറ്റാസ് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യാം. സോ അതിന് മുന്നേ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഇത് കണ്ടോ, റീസെൻ്റ്ലി നോക്കുമ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ആയിട്ടൊരു FVG ഫോം ചെയ്തിട്ടുണ്ട് വീക്ക്ലി ടൈം ഫ്രെയിമിൽ. ഓക്കെ, സോ ഈ ഒരു FVGനെ മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ റീബാലൻസ് ചെയ്തിട്ട് മാർക്കറ്റ് അഗെയിൻ താഴേക്ക് തന്നെ പോകാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് എന്താണ് മറ്റൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല, ഇതുവരെയും റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല, റീപ്രൈസിങ്ങിന് വന്നിട്ടില്ല. സോ മാർക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്ന സെൽസ് ലിക്വിഡിറ്റിനെ ടേക്ക് ഔട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ മാർക്കറ്റ് റീസെൻ്റ്ലി ഒന്ന് ക്ലോസ് ചെയ്തത് ഇവിടെയാണ്.
ഇനി മാർക്കറ്റ് മുകളിൽ വന്നിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ റീപ്രൈസ് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വരാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഓക്കെ, റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുള്ളിഷ് പോകാനായിട്ട് കറൻ്റ്ലി ഒരു റീസണും കാണുന്നില്ല. ഈവൻ ഡെയിലി ടൈം ഫ്രെയിമിൽ പോലും മാർക്കറ്റിൻ്റെ ഓർഡർ ഫ്ലോ നമ്മൾ നോക്കുമ്പോൾ ബെയറിഷ് ആണ് കാണുന്നത്. ആൻഡ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോഴും മാർക്കറ്റിൻ്റെ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ബെയറിഷ് തന്നെയാണ് അല്ലേ. സോ ബുള്ളിഷ് എൻട്രീസ് ഒന്നും ഞാനിപ്പോൾ എന്തായാലും പ്ലാൻ ചെയ്യുന്നില്ല. എൻ്റെ വ്യൂവിൽ ഇപ്പോൾ ബുള്ളിഷ് എൻട്രീസ് ഒന്നുമില്ല. സോ മാർക്കറ്റ് മേ ബി ഈ ഒരു കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് വരെ വന്നേക്കാം എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഓൾസോ ഈ ഒരു ക്യാൻഡലിൻ്റെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഈ വിക്കിൻ്റെ 50% ലെവലും ഇമ്പോർട്ടൻ്റ് ലെവലായിരിക്കും. ഓക്കെ, സോ ഈ ഒരു ലെവൽ സോ നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. സോ ഇതിന് ജസ്റ്റ് CE എന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, സോ ഈ ഒരു CE ലെവൽ ഓൾസോ ഇമ്പോർട്ടൻ്റ് ആയേക്കാം. ഓക്കെ, സോ മാർക്കറ്റ് ഇനി മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ എന്താണ് കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റും ദെൻ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഈ ഒരു വിക്കിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് എന്ത് ചെയ്യാം, ഒരു പൊട്ടൻഷ്യൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തേക്കാം. ഓക്കെ, ദെൻ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ലെവൽസ് കൂടിയുണ്ട്. എന്തൊക്കെയാണ്? ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ 3 ലെവൽസ്. സോ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, ആ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ കണ്ട ആ വിക്കിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് വരുന്നത് എവിടെയാണ്? ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഏരിയ ആണ്, അതായത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ലോ. ഓക്കെ, ആ ഒരു ലോയിലാണ് ഈ ഒരു ആ ഒരു വിക്കിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് ഓൾസോ വരുന്നത്. സോ മാർക്കറ്റ് ഇനി മുകളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ലെവൽസിനെല്ലാം ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മുകളിലേക്കൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എങ്കിലും മാർക്കറ്റ് ഇങ്ങോട്ടേക്കൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ മീൻ ത്രഷോൾഡിനെ ബ്രേക്ക് ഔട്ട് തരണം. ഓക്കെ, സോ ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ 3 ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ ഹൈ, ദെൻ ഇതിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ്, ദെൻ ഇതിൻ്റെ ലോ. സോ ഈ ലോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. എന്തുകൊണ്ടാണ്? ലോയിൽ കുറച്ചുകൂടെ ഹൈ ടൈം ഫ്രെയിമിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ 2 ലെവൽസ് ലോവിന് നിയർ ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് ആ വീക്ക്ലി ടൈം ഫ്രെയിമിൽ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് വരുന്നുണ്ട്. ദെൻ നമ്മൾ കണ്ടിരുന്ന ആ ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്കിൻ്റെ വിക്കിൻ്റെ ടെയിലിൻ്റെ എന്താണ് വരുന്നത്, ഒരു കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് വരുന്നുണ്ട് അല്ലേ. സോ ഇങ്ങനെ അലൈൻ ചെയ്ത് വരുന്ന ലെവൽസ് എന്തായിരിക്കും, ഒരു റെസിസ്റ്റൻസ് ആയിട്ട്, നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, സോ മാർക്കറ്റ് ഇതിനെ വന്ന് ഈ ലെവൽസിനെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു മീൻ ത്രഷോൾഡിനെ കൂടി മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മാർക്കറ്റ് പിന്നീട് അപ്സൈഡ് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഡെയിലി ടൈം ഫ്രെയിമിലും വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള വ്യൂ. ഓക്കെ, സോ ഇത് ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പോൾ മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ബിൽഡപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. എന്താണ്, ഇവിടെ ഒരു ഹൈ ഫോം ചെയ്തിട്ടുണ്ട് ആൻഡ് സ്റ്റിൽ ഇവിടെ റീബാലൻസിങ് കംപ്ലീറ്റ്ലി നടന്നിട്ടില്ല. സ്റ്റിൽ ഇവിടെ ഇൻഎഫിഷ്യൻസി പെൻഡിങ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ മെഷർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഈ ക്യാൻഡലിൻ്റെ ലോ ആൻഡ് ദിസ് ക്യാൻഡലിൻ്റെ ഹൈ, സോ അവിടെ നമ്മളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഡ്രോ ചെയ്തിട്ട് മെഷർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിന് ഓൾമോസ്റ്റ് അതിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിൽ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഈ ഒരു ഡൗൺ മൂവ്മെൻറ്റ് കാണിച്ചത്. ഓക്കെ, സോ ഇതെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം, മാർക്കറ്റ് ഇനി മുകളിലേക്ക് പോകുന്നുണ്ടോ അതോ താഴേക്ക് തന്നെ വരുവാണോ ഉള്ളത്. സോ ആസ് ഓഫ് നൗ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വ്യൂ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. സോ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് 1 അവർ നോക്കുമ്പോൾ അതിൽ ക്ലോസിങ് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് കാണേണ്ട ക്ലോസിങ് 4 അവറിലാണ്. ഓക്കെ, 4 അവറിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് മുകളിലേക്ക് തന്നെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, സോ ഇതിന് നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. സോ ഉണ്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ടൈംസ് റെസ്പെക്റ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ്. ഓക്കെ, സോ റീസെൻ്റ്ലി എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 100 പ്രാവശ്യം റെസ്പെക്റ്റ് ചെയ്താൽ അത് പിന്നെ വാലിഡ് ആണോ എന്ന്. മാർക്കറ്റ് അങ്ങനെയുള്ള PDRIs എല്ലാം വാലിഡ് ആയിരിക്കും. ഒരു പ്രാവശ്യം റെസ്പെക്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് പിന്നീട് അത് റെസ്പെക്റ്റ് ചെയ്തേക്കാം. ഓക്കെ,
സോ എനിവേയ്സ് മാർക്കറ്റ് ഇപ്പോൾ എന്താ സംഭവിച്ചത്, ഇവിടെ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. സോ ആ ഒരു ഗ്യാപ്പിനെ മാർക്കറ്റ് ഇപ്പോൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അതെ, ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് ആ ഒരു ഗ്യാപ്പിലാണ്. സോ ഇതിന് അബവ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയി താഴെ വന്നതിൽ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ പോയേക്കാം. ഓക്കെ, സോ നമ്മൾ ഒരു 1 അവർ ടൈം ഫ്രെയിമിന് താഴേക്ക് സൺഡേസിൽ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കേണ്ട വേറൊരു ലെവലുണ്ട്. അതായത് പ്രീവിയസ് വീക്കിലെ എന്താണ് ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ്. ആ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ എന്ത് ചെയ്യാം, ഈ സൺഡേ ലാസ്റ്റ് വീക്കിലെ ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അത് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ നോക്കുമ്പോൾ ഇവിടെയാണല്ലേ. സോ ഇവിടെ നോക്കുമ്പോൾ ഈ ക്യാൻഡിൽ ഫ്രൈഡേയിലെ ക്യാൻഡിലിൻ്റെ ക്ലോസിങ്, സോ അതിവിടെയാണല്ലേ. ആൻഡ് സൺഡേയിലെ ക്യാൻഡിൽ അതിൻ്റെ ഓപ്പണിങ്. ഓക്കെ, സോ അതിവിടെയാണ്. സോ ഈ ലെവലിനെയാണ് ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ ഈ ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ലെവൽസാണ് അതിൻ്റെ ഹൈ, കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് ആൻഡ് അതിൻ്റെ ലോ. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസാണ്. സോ ഇതിനെയും ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. സോ 1 അവറിലേക്ക് നമുക്ക് അഗെയിൻ ബാക്ക് പോകാം. സോ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. സോ എനിവേയ്സ്, സോ കണ്ടോ, കറൻ്റ്ലി റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് മാർക്കറ്റ് ഈ ഒരു ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിൻ്റെ ലോയിലാണ് അല്ലേ. ലാസ്റ്റ് 1 അവർ ക്യാൻഡിൽ എന്ത് ചെയ്തു, ഇവിടെ ഓപ്പൺ ചെയ്തു, താഴേക്ക് പോയി, മുകളിലേക്ക് പോയിട്ട് ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു അല്ലേ. ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിൻ്റെ ലോയിൽ റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴെ വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിൻ്റെ എബോവ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെ മാർക്കറ്റ് പോയേക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ DXYയിലെ വ്യൂ നമുക്ക് ഒന്നുകൂടി പറയാം. സോ നോക്കുമ്പോൾ മാർക്കറ്റ് റീസെൻ്റ്ലി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. ആൻഡ് ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റീനെ ഓൾസോ ടേക്ക് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റ് ഇനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീക്ക്ലി ക്യാൻഡിൽ വന്നിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റീപ്രൈസിങ് നടത്തിയിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നേക്കാം. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വന്നേക്കാം. ഓക്കെ, സോ അങ്ങനെ പോകുമ്പോൾ പൊട്ടൻഷ്യൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസസ് ഉള്ള റീജിയൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ വീക്ക്ലി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ലോ, ദെൻ അതിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ്, ദെൻ അതിൻ്റെ ഒബ്വിയസ്ലി അതിൻ്റെ ഹൈ, ദെൻ അതുപോലെ തന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ, ഈ ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്കിൻ്റെ ഈ ഒരു വിക്കിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് ഓൾസോ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസസ് ഉള്ള ഒരു ലെവലാണ്. ഓക്കെ, സോ അത് കഴിഞ്ഞ് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ എന്താ കാണാം, ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ, ഈ ഒരു ഡെയിലി ഓർഡർ ബ്ലോക്കിൻ്റെ മീൻ ത്രെഷോൾഡ് ഒരു പൊട്ടൻഷ്യൽ റെസിസ്റ്റൻസ് ആയിരിക്കാം. ആൻഡ് അതിൻ്റെ ഒരു ലോ, ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ലോ എന്ന് പറയുന്നത് വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ കണ്ട ഓർഡർ ബ്ലോക്കിൻ്റെ ടെയിലിൻ്റെ 50% ലെവൽ കൂടി അലൈൻ ചെയ്ത് വരുന്നുണ്ട്. പ്ലസ് അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് എന്ത് വരുന്നുണ്ട്, ആ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് ഓൾസോ വരുന്നുണ്ട്. സോ മാർക്കറ്റ് ഇതൊരു പൊട്ടൻഷ്യൽ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് എടുത്തിരിക്കാം. ആൻഡ് ഇവിടെ ഒരു ചെറിയ ലിക്വിഡിറ്റി ബിൽഡപ്പ് പോലെ മാർക്കറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതിന് മുകളിലായിട്ട് ഇൻഎഫിഷ്യൻസീസ് മാർക്കറ്റിൽ അഗെയിൻ കാണാനും പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോൾ ഉള്ള വ്യൂ. ആൻഡ് 4 അവറിലേക്ക് നോക്കുമ്പോൾ മാർക്കറ്റ് വലിയൊരു വോയിഡ് ക്രിയേറ്റ് ചെയ്തിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു വോയിഡിനെ മാർക്കറ്റ് എന്തായാലും റീബാലൻസ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു അല്ലേ. സോ മാർക്കറ്റ് കുറേയൊക്കെ റീബാലൻസ് ചെയ്തിട്ടുണ്ട്. ഇനി ഫർദർ അവിടേക്ക് വരുമോ എന്നുള്ളത് അറിയില്ല. ഫർദർ അങ്ങോട്ടേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ 1 അവറിൽ കണ്ടിരുന്ന ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് എബോവ് മാർക്കറ്റ് ക്ലോസിങ് വരണം. സോ ഇവിടെ വിക്ക് മാത്രമേ പോയിട്ടുള്ളൂ, ക്ലോസിങ് ഒന്നും വന്നിട്ടില്ല അല്ലേ. വിക്ക് മാത്രമേ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളൂ. സോ നമുക്ക് പറയാൻ പറ്റില്ല മാർക്കറ്റിന് ഇങ്ങോട്ടേക്ക് തന്നെ പോകുമെന്നുള്ളത് പറയാൻ പറ്റില്ല.
ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം മാർക്കറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, ദെൻ ഈ ഒരു ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിനെ പ്രീവിയസ് ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിനെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട് ഞാൻ ഈ ഒരു ന്യൂ വീക്ക് അത് കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പല്ല, അത് ഇനി വാലിഡ് ആയിരിക്കുമെന്ന് പലർക്കും ഡൗട്ട് കാണും. ആക്ച്വലി പ്രീവിയസ് 3 വീക്സിലെ അല്ലെങ്കിൽ 4 വീക്സിലെ ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്സ് എപ്പോഴും ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നോക്കുന്നത് ഈ ഒരു പ്രീവിയസ് വീക്കിലായിരിക്കും, പിന്നെ നമ്മുടെ കറണ്ട് വീക്കിലായിരിക്കും. ഓക്കെ, സോ ഈ ഒരു ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ് കൂടി മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ദെൻ 1 അവറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താ കാണാൻ പറ്റുന്നത്, നമ്മൾ അന്ന് പറഞ്ഞിരുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പ് നല്ല രീതിയിൽ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലേ, നല്ല രീതിയിൽ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ലെവലിന് എബോവ് മാർക്കറ്റ് 1 അവറിൽ ക്ലോസിങ് വന്നിരുന്നു, ബട്ട് എനിക്ക് 4 അവറിലെ ക്ലോസിംഗ് ആയിരുന്നു വേണ്ടത്. പക്ഷേ ആ ഒരു ക്ലോസിങ് കിട്ടാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു ബുള്ളിഷ് വ്യൂ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഏതായാലും ഇവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഗ്യാപ്പിനെ മാർക്കറ്റ് കറൻ്റ്ലി റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പ്ലസ് ലാസ്റ്റ് വീക്കിലെ ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിൽ കൂടിയാണ് മാർക്കറ്റ് ഇപ്പോൾ റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുന്നത്. ഓക്കെ, സോ ഇത് കണ്ടോ, ആ ഒരു ലെവലിന് എന്ത് ആക്യുറേറ്റ് ആയിട്ടാണ് റെസ്പെക്റ്റ് ചെയ്തതെന്നൊക്കെ നോക്കിയേ. സോ ഒരു ക്യാൻഡിൽസ് പോലും അതിന് അബോവ് ക്ലോസിംഗ് ഒന്നും വരാതെ കൃത്യം ആ ഒരു ലെവലിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് താഴേക്ക് വരുന്നുണ്ട്. സോ വിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി വെറും ഡാമേജ് മാത്രമാണ്. ഓക്കെ, അത് ജസ്റ്റ് മാനിപ്പുലേഷൻ മാത്രമാണ്. ശരിക്കും സ്റ്റോറി പറയുന്നത് ആ ഒരു ക്യാൻഡിൽസിൻ്റെ ക്ലോസിംഗ് ആണ്. ഓക്കെ, സോ ക്യാൻഡിൽസിൻ്റെ ക്ലോസിംഗ് എവിടെയാണ് വരിക, ഇതേപോലുള്ള PDR റേസിൽ ക്യാൻഡിൽസിൻ്റെ ക്ലോസിംഗ് എവിടെയാണ് വരിക എന്നുള്ളത് നോക്കുക. ഓക്കെ, സോ ഇതേപോലെ വിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ വലിയ കാര്യമില്ല. ആൻഡ് ഈ ഒരു വിക്കിൻ്റെ 50% ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ, മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റ് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ട് യൂറോ USD നോക്കാം. സോ യൂറോ USD സോ വീക്ക്ലി ടൈം ഫ്രെയിം. സോ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഇവിടെ എന്താ കാണാൻ പറ്റി, റീസെൻ്റ്ലി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ മാർക്കറ്റ് റീബാലൻസ് ചെയ്തു. ഓക്കെ, ആൻഡ് അതിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇവിടെ ഉണ്ടായിരുന്ന ലിക്വിഡിറ്റീസിനെ ടേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്ന ബൈ സൈഡ് ലിക്വിഡിറ്റീസിനെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ മാർക്കറ്റ് ഇനി എങ്ങോട്ടേക്ക് പോയേക്കാം, അതിനെ ടേക്ക് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിനാണ് ഇപ്പോൾ ഈ 2 ക്യാൻഡിൽസ് ഓർഡർ ബ്ലോക്ക് ആയിട്ടുണ്ടല്ലേ. സോ ഈ ഓർഡർ ബ്ലോക്കിലാണ് മാർക്കറ്റ് ഇപ്പോൾ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. സോ എന്താണ് ഇനി വാച്ച് ചെയ്യേണ്ടത്, ഈ 2 ഓർഡർ ബ്ലോക്സിനെ എങ്ങനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, സോ ആ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ മെയിൻ ത്രെഷോൾഡിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഈ ഒരു ഓർഡർ ബ്ലോക്കിന് മെയിൻ ത്രെഷോൾഡിന് ബിലോ ക്ലോസിങ് വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മേ ബി ഒന്നുകൂടി താഴേക്ക് പോയേക്കാം. ഓക്കെ, സോ ഇത് വീക്ക്ലി ടൈം ഫ്രെയിം അല്ലേ. സോ എനിവേയ്സ് ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ വീക്ക്ലി ഓർഡർ ബ്ലോക്കിൻ്റെ ഈ ഒരു മെയിൻ ത്രെഷോൾഡ് ലെവലിനെ നിങ്ങൾ വാച്ച് ചെയ്യുക. ലോവർ ടൈം ഫ്രെയിമിൽ മാക്സിമം ഒരു 4 അവറിൽ വരെയൊക്കെ എങ്ങനെ റിയാക്ഷൻ നടക്കുന്നു എന്നുള്ളത്, ക്ലോസിംഗ് ഒക്കെ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് നോക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ആയിട്ടൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ബിൽഡപ്പ് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ബൈ സൈഡ് ലിക്വിഡിറ്റി അല്ലേ ഇത്. സോ ഈ ഒരു ലെവല് ഒബ്വിയസ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. ആൻഡ് അതേപോലെ തന്നെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് ഈ ഒരു വിക്കിൻ്റെ 50% അല്ലെങ്കിൽ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ്. ഓക്കെ, സോ ഈ ലെവൽ ഓൾസോ വാച്ച് ചെയ്യുക, എങ്ങനെയാണ് മാർക്കറ്റ് അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് മാർക്ക് ചെയ്യുക, വാച്ച് ചെയ്യുക.
സോ എനിവേയ്സ് ഇതാണ് നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിലേക്കുള്ള കറൻ്റ്ലി ഉള്ള വ്യൂ. ഓക്കെ. സോ ഇനി ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് മൂവ് ചെയ്യാം. സോ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? സോ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തിരുന്നു. ആ ഗ്യാപ്പിനെ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് റീബാലൻസ് ചെയ്തിട്ടുണ്ടല്ലേ. സോ നമ്മൾ നേരത്തെ കണ്ട പോലെ ആ ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്കിൻ്റെ മീൻ ത്രെഷോൾഡിൽ കറണ്ട് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ. സോ അതിനുശേഷം മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നതെന്ന് ചോദിച്ചാൽ ജപ്പാനിലൊക്കെ കുറച്ച് ഇഷ്യൂസൊക്കെ റീസെൻ്റ്ലി നടന്നിരുന്നു അല്ലേ. സോ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് നല്ലൊരു പ്രൈസ് ആക്ഷൻ, ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു പ്രൈസ് ആക്ഷൻ നമുക്കിനി കുറച്ച് നാളത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം കുറച്ച് ടഫായിരിക്കും. ഓക്കെ. സോ നമ്മളുടെ അനാലിസിസ് അത്ര ആക്യുറേറ്റ് ആകണം എന്നില്ല. മാർക്കറ്റ് ചിലപ്പോൾ വലിയ മൂവ്മെൻറ്റ്സ്, എക്സ്പെക്റ്റ് ചെയ്യാത്ത മൂവ്മെൻറ്റ്സ് ഒക്കെ തന്നേക്കാം. ഓക്കെ. സോ അതായത് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോൾ മാർക്കറ്റിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തേക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ. സോ ഇത് ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. സോ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് ഓൾറെഡി റീപ്രൈസിങ് നടത്തിയിട്ടുണ്ട്. പ്ലസ് ഓർഡർ ബ്ലോക്കിൽ മീൻ ത്രെഷോൾഡിലൂടെ റീപ്രൈസിങ് നടത്തിയിട്ടുണ്ട് അല്ലേ. ആൻഡ് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന റിലേറ്റീവ് ഈക്വൽ ഹൈസിനെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് ഈക്വൽ ഹൈസ് ആണ് അല്ലേ. സോ അവിടെ ഉണ്ടായിരുന്ന ബൈസെൽ ലിക്വിഡിറ്റീനെ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഓൾറെഡി ടേക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, താഴേക്ക് മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. റൈറ്റ്. സോ മാർക്കറ്റ് മേ ബി ഇതിനെ നമ്മൾ DXYയിൽ ഒരു എന്താ പറയുക, ഒരു ബൈസെൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞില്ലേ. സോ അതേപോലെ ഒരു സെൽ ലിക്വിഡിറ്റീനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാകാം മേ ബി. ഇത് എന്തിനാണ്, ഫർദർ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി ക്രിയേറ്റ് ചെയ്ത് വെച്ചതാകാം. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ അറിയില്ല. സോ ഏതായാലും നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ മെയിൻ ത്രെഷോൾഡിന് ബിലോ 4 ഹവറിലെങ്കിലും ക്ലോസിങ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. സോ 4 ഹവറിലെങ്കിലും ക്ലോസിങ് വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ടില്ല. 4 ഹവറിലെങ്കിലും ക്ലോസിങ് വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മേ ബി ഈ ഒരു കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിലും ദെൻ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിലേക്കൊക്കെ മാർക്കറ്റ് പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ്, ലോ ഹൈ ലോവർ ലോ. അപ്പോൾ ഇതെന്താണ്, ഇതൊരു ബ്രേക്കർ ബ്ലോക്കാണ് അല്ലേ. സോ ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ ഹൈയിലേക്കൊക്കെ മാർക്കറ്റ് പോകുന്നത് അല്ലെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ. സോ എന്താണ് പറയുക, ഇവിടെ ഒരു വോയിഡ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ഒരു വോയിഡിനെ ചെറുതായിട്ട് മാർക്കറ്റ് വന്നിട്ട് റീപ്രൈസിങ് നടത്തിയിട്ടുണ്ട്. സ്റ്റിൽ അവിടെ എന്താണ്, ഇനെഫിഷ്യൻസി പെൻഡിങ് ആണ് അല്ലേ. സോ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ലോയിനെ ഒരു സെൽ ലിക്വിഡിറ്റി ബിൽഡപ്പായിട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് താഴേക്ക് വന്നേക്കാം. ഓക്കെ. സോ കറൻ്റ്ലി നമുക്ക് ബുള്ളിഷ് പോകുമെന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്, മാർക്കറ്റ് ഈ ഒരു ഏരിയ നോക്കുമ്പോൾ മാർക്കറ്റ് എന്താണ്, ചെറിയൊരു ബെയറിഷ്നെസ് ആണ് കാണിക്കുന്നത്. ഓക്കെ. ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് തന്നെയാണ്. ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് തന്നെയാണ്. ഇതൊരു റീട്രേസ്മെൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ റീസെൻ്റ്ലി ഫോം ചെയ്ത സ്വിങ്സ് നോക്കുമ്പോൾ മാർക്കറ്റ് ലോ ഹൈ ലോവർ ലോ അങ്ങനെ പോകുന്നതാണ് അല്ലേ കാണാൻ പറ്റുന്നത്. സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്കിപ്പോൾ ഒരു ബുള്ളിഷ് വ്യൂ ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മിനിമം 1 ഹവറിലെയും 4 ഹവറിലെയും ട്രെൻഡ് സെയിം ആണെന്ന് നോക്കുക. 1 ഹവറിലും 4 ഹവറിലും മാർക്കറ്റ് ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുള്ളിഷ് എൻട്രീസ് നോക്കാൻ വേണ്ടി പറ്റും. സോ ഇവിടെ 1 ഹവറിൽ നമുക്കൊരു ട്രെൻഡ് ഉണ്ടോ, ഇല്ല. 1 ഹവറിൽ എന്താ കാണുന്നത്, മാർക്കറ്റ് നല്ല കൺസോൾട്ടേഷൻ ആണ്. എന്തുകൊണ്ടാണ്, ജപ്പാനിലെ ഇഷ്യൂ വന്നിട്ട് മൺഡേ ട്യൂസ്ഡേ ഒക്കെ ആയിട്ട് നല്ല മൂവ്മെൻറ്റ് കാണിച്ചിട്ട് ബാക്കി നല്ല കൺസോൾട്ടേഷൻ ആയിരുന്നു അല്ലേ. സോ അങ്ങനെയാണ് മാർക്കറ്റിൽ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു കൺസോൾട്ടേഷനിലൊക്കെ മാർക്കറ്റ് ഇനി എസ്കേപ്പ് ആയിട്ട് വരണം, പ്രോപ്പറായിട്ടുള്ളൊരു വ്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ. സോ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിനി വാച്ച് ചെയ്യേണ്ട ലെവൽസ് ഏതൊക്കെയാണ്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ദെൻ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ കണ്ടിരുന്ന ഓർഡർ ബ്ലോക്കിൻ്റെ മീൻ ത്രെഷോൾഡ്, ദെൻ ഡെയിലി ടൈം ഫ്രെയിമിൽ കണ്ടിരുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ്, ദെൻ 4 ഹവറിൽ നമ്മൾ കണ്ടിരുന്ന ഈ ഒരു ഈ ബ്രേക്കറിൻ്റെ 3 ലെവൽസ് ഏതൊക്കെയാണ് വരിക, ഹൈ ഹൈ മെയിൻ ത്രെഷോൾഡ്, ദെൻ അതിൻ്റെ ലോ. ഇങ്ങനെ 3 ലെവൽസ് ആയിരിക്കും ഒരു ബ്രേക്കറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ഓക്കെ. സോ ഈ ലെവൽസൊക്കെ മാർക്കറ്റിൽ വാച്ച് ചെയ്യുക. ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് നല്ലൊരു ഷിഫ്റ്റ് ഒക്കെ തരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒബ്വിയസ്ലി ഈ ലെവൽസിലേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റ് പോവുക. ഓക്കെ. സോ ഇതാണ് ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോ USD കുറിച്ചും നമ്മളുടെ വ്യൂ.
സോ 1 ഹവറിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ഡേറ്റാസ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സോ 1 ഹവറിൽ നോക്കുമ്പോൾ ഇവിടെ ഈക്വൽ ഹൈസ് ഉണ്ടായിരുന്നു, അല്ല റിലേറ്റീവ് ഈക്വൽ ഹൈസ് ഉണ്ടായിരുന്നു. അതിനെ ടേക്ക് ഔട്ട് ചെയ്തു, മാർക്കറ്റ് താഴേക്ക് വന്നു. ഇതെന്താണ്? ഇതൊരു ഷിഫ്റ്റാണ്. ദെൻ ഇവിടെ എന്താ സംഭവിച്ചത്? ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ഗ്യാപ്പിൽ റെസ്പെക്ട് ചെയ്തു മാർക്കറ്റ് ഫർദർ താഴേക്ക് വന്നു അല്ലേ. സോ 1 ഹവറിൽ നമുക്കൊരു ബുള്ളിഷ് ഇതൊന്നും പറയാൻ പറ്റില്ല. എന്താ പറയുക, ഒരു ബുള്ളിഷ് വ്യൂ ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാലൊരു ബെയറിഷ് വ്യൂ ആണെന്നും പറയാൻ പറ്റില്ല. യെസ്, ബെയറിഷ് വ്യൂ ആണ്, പക്ഷേ ഒരു കൺസോളിഡേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ ഇല്ല എന്താണ് മാർക്കറ്റിൽ ഇനി ഫർദർ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ ഇല്ല. ബട്ട് നമുക്ക് ഇതേപോലുള്ള ലെവൽസ് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് നോക്കാം എന്താണ് മാർക്കറ്റിൽ എങ്ങനെയാണ് റിയാക്ഷൻ എന്നുള്ളത് നോക്കാം. സോ ഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഡെയിലി ട്രേഡിംഗ് അല്ല അല്ലേ. സോ അതെല്ലാവർക്കും എല്ലാവരും അത് ഫോളോ അപ്പ്, എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് വേറൊരു പോയിന്റ്. ഓക്കെ, സോ എനിവേസ് GBP USD എന്താ അവസ്ഥ? ഞാൻ കുറേ നാളെ GBP ഒക്കെ നോക്കിയിട്ട്. സോ ആൻഡ് ഓൾസോ യൂറോ USD നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. സോ നോക്കുമ്പോൾ എന്താണ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താ സംഭവിക്കുന്നത്? ആ ഫെയർ വാല്യൂ ഗ്യാപ്പിന് മാർക്കറ്റ് ഇതുവരെയും ബ്രേക്ക് ചെയ്ത് താഴെ ക്ലോസിങ് വന്നിട്ടില്ല. എന്ത് ആക്യുറേറ്റ് ആയിട്ടാണ് ആ ഒരു ലെവലിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് നോക്കിയേ. സോ നമുക്ക് ബെയറിഷ്നെസ് എക്സ്പെക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലേ ഞാൻ നോക്കുന്നത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് ബിലോ ക്ലോസ് ആവുന്നുണ്ടോ എന്നാണ്. സോ ഇതിന് ബിലോ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഈ ഒരു മീൻ ത്രെഷോൾഡ് ലെവലും ബ്രേക്ക് ചെയ്ത് താഴെ ക്ലോസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, സോ അതിനോട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് ഈ ഒരു ബ്രേക്കറിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ആ ഒരു ബ്രേക്കർ വാലിഡ് ആവാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രേക്കറിൻ്റെ ഹൈ ഒക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു OTE ലെവൽ കൂടിയായിരിക്കും. ഓക്കെ, സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഓക്കെ, സോ ഇവിടെ നോക്കുമ്പോൾ മാർക്കറ്റ് 2.5 ആ ലെവലിൽ നിന്നൊക്കെയാണ് റിവേഴ്സിൽ തന്നിരിക്കുന്നത്. ഓക്കെ, സോ നോക്കുമ്പോൾ 2 ലെവൽ അല്ലേ. സോ എനിവേസ് ഇനി ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ നോക്കിക്കോ. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ എങ്ങനെയാണ് റിയാക്ഷൻ നോക്കുക. സോ ഇതിൻ്റെ കറൻ്റ്ലി ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കോൺസിക്വൻറ്റ് എൻക്രോച്ച്മെൻറ്റ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ അതിൻ്റെ ഹൈ, ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഹൈ ഓൾസോ എന്താണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇതിനെ അബോവ് ഒക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റീനെ ടേക്ക് ഔട്ട് ചെയ്യും. ദെൻ ഇവിടെ എന്താണ് നമുക്ക് റിലേറ്റീവ് ഈക്വൽ ഹൈസ് ഓൾസോ ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. കാണിച്ചു തരാം കേട്ടോ. റിലേറ്റീവ് ഈക്വൽ ഹൈസ് ആണ്, നമ്മൾ 4 ഹവറിൽ കണ്ട ലെവലാണ് ഇപ്പോൾ. സോ ഇതെന്ന് പറയുന്നത് ബൈ സൈഡ് ലിക്വിഡിറ്റി ആണല്ലേ. സോ ഈ ഒരു വ്യൂ കൂടി വെച്ചേക്കാം. ഓക്കെ, പക്ഷെ എന്തായിരുന്നു 4 ഹവറിൽ നമ്മളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടു. സോ ഈ ഒരു ഗ്യാപ്പിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗ്യാപ്പിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇവിടെ നമുക്കൊരു കൺസോളിഡേഷൻ കാണാൻ വേണ്ടി പറ്റുന്നത്. സോ ഈ 2 ലെവൽസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാവണം. ഓക്കെ, ഈ 2 ലെവൽസിനെ മാർക്കറ്റ് എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ജസ്റ്റ് വാച്ച് ചെയ്ത് നോക്കുക. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഏതൊക്കെയാണ്? ഇതിൻ്റെ ഒരു കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റും ദെൻ ഈ ഒരു ഹൈയും. ഓക്കെ, സോ ഇതിൻ്റെ ലോയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൻ്റെ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് വരും. ഓക്കെ, സോ വരുമ്പോഴത്തേക്കും ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് ബിലോ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ മോസ്റ്റ്ലി മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് കുറച്ചുകൂടി റീപ്രൈസിങ് നടത്താനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് ഇതൊരു ബൈ സൈഡ് ലിക്വിഡിറ്റിയാണ്. ഇനി മാർക്കറ്റ് വന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിനും ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഹൈനും എബോവ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മാർക്കറ്റ് തിരിച്ച് വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും?
മുകളിൽ വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ബൈ സൈഡ് ലിക്വിഡിറ്റീനെ ടേക്ക് ഔട്ട് ചെയ്യാം. സോ ഇങ്ങനെ സപ്പോർട്ട് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് 2 ലെവൽസ് സപ്പോർട്ടായിട്ട് കിട്ടും. സോ ഇവിടുന്ന് ഐ മീൻ ഇവിടുന്ന് നേരെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. സോ 2 ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു ക്യാൻഡിൽ അപ്പോൾ ഒരു ബ്രേക്കറായിട്ട് മാറും. എന്തുകൊണ്ടാണ്? ലോ ഹൈ ലോവർ ലോ, എന്നിട്ട് ഇതിന് മുകളിലേക്ക് വന്നിട്ട്, അതായത് ഇപ്പോൾ ലോ 1 സെക്കൻഡ്, ഇവിടെ ഒരു ലോ ഫോം ചെയ്തു, ഹൈ ഫോം ചെയ്തു, ലോവർ ലോ ഫോം ചെയ്തു. ഓക്കെ, സോ മാർക്കറ്റ് ഇനി മുകളിലേക്ക് പോയിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് എബോവ് ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം? മാർക്കറ്റ് തിരിച്ചു വന്നിട്ട് സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉള്ള ലെവൽ ഒന്ന് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഹൈയും, ദെൻ ഈ ഒരു ക്യാൻഡിൽ അതെന്താണ്? അതൊരു ബ്രേക്കറായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മേ ബി നേരെ പോയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ബൈ സൈഡ് ലിക്വിഡിറ്റീനെ ഫസ്റ്റ് ടേക്ക് ഔട്ട് ചെയ്തേക്കാം. ഓക്കെ, സോ ഇതെന്ന് പറയുന്ന ഒരു ബ്രേക്കർ ആകും. ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്കർ ആയേക്കാം. ഓക്കെ, സോ ഒരു ബ്രേക്കർ മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഉണ്ട്. ഹൈ, മീൻ ത്രെഷോൾഡ്, ദെൻ അതിൻ്റെ ലോ. സോ ഇതിൻ്റെ ലോയും ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഹൈയും വരുന്നത് സെയിം ലെവലാണ്. സോ അത് നല്ലൊരു സപ്പോർട്ട് ഏരിയ തന്നെയായിരിക്കും. ഓക്കെ, ഇതേപോലെ മൾട്ടിപ്പിൾ ലെവൽസ് അലൈൻ ചെയ്ത് വരുന്ന ഏരിയാസിനെ നോക്കാം. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി എനിക്ക് യൂറോ USDനെ കുറിച്ച് പറയാനുള്ളത്. സോ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2-ൽ നിന്നും റിവേഴ്സ് അയക്കുന്നത് കാണാൻ പറ്റും. ആക്ച്വലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2-ഉം 2.5-നെയും നമ്മൾ ജസ്റ്റ് ഇതേപോലെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് നോക്കാം. സോ ഓൾമോസ്റ്റ് ആ ഒരു ലെവലിൽ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്? റിവേഴ്സൽ നടന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് എന്തായാലും എനിക്കുള്ള വ്യൂ. എനിക്കിപ്പോൾ നാളത്തേക്കൊന്നും പ്രോപ്പറായിട്ടുള്ളൊരു ബയാസ് ഇല്ല. സോ ഞാൻ ഈ പറഞ്ഞ ലെവൽസിലേക്ക് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ മാർക്കറ്റിലുണ്ടല്ലേ. സോ അതൊക്കെ ഒന്ന് തണുത്തതിന് ശേഷമായിരിക്കും എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വ്യൂ വന്നിട്ട് ശേഷമായിരിക്കും ഞാൻ നല്ല ട്രേഡ്സ് എടുക്കുന്നത്. ഓക്കെ, സോ എന്തായാലും എൻ്റെ ഫർദർ വ്യൂസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലും നമ്മുടെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിലും ഞാൻ എൻ്റെ വ്യൂസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഏതായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതുപോലുള്ള ഫർദർ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ.